ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെജ് നൂഡിൽസ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ കുട്ടികളുള്ള അമ്മമാരാണെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒരു തവണ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ മതി, പിന്നീട് നിങ്ങൾ നൂഡിൽസ് ഉണ്ടാക്കുമ്പോഴൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാക്കി തരാനായിട്ട് അവർ ആവശ്യപ്പെടും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്പൈസി വെജ് നൂഡിൽസാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്തുണ്ടല്ലോ അമ്മ ഇതുപോലെ നിറച്ച് വെജിറ്റബിൾസ് ഇട്ടിട്ടാണ് നൂഡിൽസ് ഉണ്ടാക്കി തരാറ്. അപ്പോൾ അതൊരു ഓർമ്മ വെച്ചിട്ട് ഞാനിങ്ങനെ കുട്ടികൾക്ക് ഒരു വൈകുന്നേരം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താണ് കേട്ടോ. അപ്പോൾ അവർക്ക് പ്ലെയിൻ ആയിട്ട് മാഗി ആ ഒരു നൂഡിൽസാണ് ഉണ്ടാക്കി കൊടുക്കാറ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് വെച്ചപ്പോൾ ഫസ്റ്റ് അവരുടെ മുഖഭാവം എന്ന് പറഞ്ഞാൽ അമ്മ നൂഡിൽസിലും വെജിറ്റബിൾസ് ഇട്ട് തുടങ്ങിയോ എന്നുള്ളൊരു മുഖഭാവമായിരുന്നു. ഞാൻ പറഞ്ഞു ആദ്യം കഴിക്കുക എന്നിട്ട് അഭിപ്രായം പറയാൻ. അങ്ങനെ അവർ കഴിച്ചപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഒരു റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാഗിയുടെ സ്പൈസി മസാല ഉണ്ടല്ലോ അതാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ആ നൂഡിൽസ്. അപ്പോൾ ഞാൻ ആ നൂഡിൽസ് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ പൊടിച്ച് നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. കാരണം നൂഡിൽസ് വലിയ പീസായിട്ട് ഇങ്ങനെ വളഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ അവർ നൂഡിൽസ് മാത്രം എടുത്ത് തിന്നും, വെജിറ്റബിൾസ് അവിടെ ഇടും. അങ്ങനെ വെള്ളം തിളച്ചപ്പോൾ നൂഡിൽസ് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്ത് എടുത്തു. അത് ഞാൻ ഒരു ദാരിപ്പ പോലത്തെ പാത്രം ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഇങ്ങനെ വാർന്നു പോകാനായിട്ട് വെച്ചേക്കാണ് കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാം. അപ്പോൾ ഞാൻ സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് എന്ന് പറയുന്നത് ബീൻസും ക്യാരറ്റാണ്. നിങ്ങൾക്ക് ഏത് പച്ചക്കറി വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ ഗ്രീൻ പീസൊക്കെ ഉണ്ടല്ലോ അത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം ചീനച്ചട്ടിയിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടൊന്ന് വഴറ്റി പിന്നെ സവാള ചെറുതായി അരിഞ്ഞതെടുത്ത് ചേർത്ത് വഴറ്റിയിട്ടോ. സവാള ബ്രൗൺ നിറമൊന്നും ആവണ വരെ വഴറ്റണ്ട. അതിന് മുമ്പ് തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല ചേർക്കാം. മസാല ഞാൻ ഈ മാഗിയുടെ തന്നെ സ്പൈസി മസാല ഉണ്ടല്ലോ അതാണ് ചേർക്കുന്നത്. ഇത് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ സാധാ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഗരം മസാല ചേർത്താൽ മതി. ചിക്കൻ മസാലയൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിത് വേഗം തയ്യാറാക്കണം, കാരണം അതൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല. വേഗം തന്നെ നമ്മളുടെ മാഗിയുടെ മസാല തന്നെ എടുത്ത് ഇടുക ചെയ്തത്. എന്നിട്ട് അതിലേക്ക് പച്ചക്കറി അരിഞ്ഞ് വെച്ച് ചേർത്തു. പച്ചക്കറി ഞാൻ സാധാരണ ഇതിലും ചെറുതാക്കി കുനുകുനാന്നിട്ട് അരിഞ്ഞെടുക്കാറ്. പ്രാവശ്യം ഞാൻ ഇത്തിരി വലുതായിപ്പോയി. പിന്നെ ഞാൻ അതിലേക്ക് സോയാ സോസും ടൊമാറ്റോ സോസും ആണ് ഒഴിച്ചത്. ശരിക്കും നമ്മൾ ഇത് പച്ചക്കറി ഞാൻ വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിക്കുന്നുണ്ട്. ആ വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് ടൊമാറ്റോ സോസും സോയാ സോസും ഒക്കെ ഒഴിക്കേണ്ടിരുന്നത്. പക്ഷേ ഈ പച്ചക്കറിയിൽ വെള്ളം ഒഴിച്ച് വേവിക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി. അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ സോസുകളൊക്കെ ചേർത്തത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കങ്ങനെ വേവിക്കേണ്ടി വരാറില്ല. ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ക്യാരറ്റും ബീൻസും ഒക്കെ നുറുക്കാറ്. അപ്പോൾ അതിങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എണ്ണയിൽ കിടന്നിങ്ങനെ വെന്തോളും. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് വെള്ളം ആവശ്യത്തിന് ചേർത്ത് വെച്ച് നന്നായി തിളപ്പിച്ചിട്ട് അതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് വെള്ളം ഇങ്ങനെ ഇത്തിരി വറ്റി വന്ന് മസാലയൊക്കെ നന്നായി ഉപ്പൊക്കെ നമ്മളുടെ കഷ്ണങ്ങളൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ അതിലേക്ക് നൂഡിൽസ് വേവിച്ച് വെച്ചതുണ്ടല്ലോ അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കാം അതിൻ്റെ മുകളിലേക്ക്. പക്ഷേ എൻ്റെ കുട്ടികൾക്ക് അത് ഇഷ്ടമില്ലാത്ത കാരണം കൊണ്ട് അത് ഞാൻ ചേർത്തില്ല. അപ്പോൾ നമ്മളുടെ നല്ല സ്പൈസി വെജ് നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം നമുക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഈ ഒരു വീറ്റ് നൂഡിൽസ് ഉണ്ടല്ലോ അതെടുക്കാൻ നോക്കുക. അപ്പോൾ അതാണല്ലോ ഹെൽത്തി. അപ്പോൾ ഞാൻ വല്ലപ്പോഴൊക്കെയാണ് കുട്ടികൾക്ക് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഈ ഒരു വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടുള്ള നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാറ്. അങ്ങനെയാകുമ്പോൾ കുറേ വെജിറ്റബിൾസും അവരുടെ ഉള്ളിൽ ചെല്ലല്ലോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.